പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ റോമിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 14-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: നമ്മിലാരും തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല, തനിക്ക് വേണ്ടി മാത്രം മരിക്കുന്നുമില്ല. 8-ാമത്തെ തിരുവചനത്തിൽ പറയുന്നു: നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു. ആകയാൽ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ്. ഇത് വളരെ പ്രയോജനകരമായ, ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തേണ്ടതായിട്ടുള്ള വചനമാണ്. റോമിലെ സഭയ്ക്ക് മാത്രമല്ല, ഇന്ന് കേരള സഭയും ഈ വചനം കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ കേരളത്തിലുള്ള ഓരോ സഭയിലെ മക്കളും അവർ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്: നമ്മിൽ ആരും തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല. ഒരു വ്യക്തിക്കും തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുവാൻ ഈ ഭൂമിയിൽ സാധ്യമല്ല. ഏതെങ്കിലും വ്യക്തികൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടെ വേണ്ടിയാണ്. അറിഞ്ഞും അറിയാതെയും മറ്റുള്ളവർക്ക് നന്മ ചെയ്തും ഒക്കെ ജീവിക്കുന്നവരാണ് ഇന്ന് ക്രിസ്ത്യാനികളിൽ പലരും. എന്നാൽ അറിഞ്ഞും അറിയാതെയും മറുവശവും കൂടെയുണ്ട്, മറ്റുള്ളവർക്ക് തിന്മ ചെയ്ത് ജീവിക്കുന്നവരും കൂടിയാണ്. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്: നമ്മളിൽ ആരും നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല, അതുപോലെ തന്നെ തനിക്ക് വേണ്ടി മാത്രം മരിക്കുന്നുമില്ല. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് അവൻ മരിക്കുന്നില്ല. നമുക്കൊക്കെ വേണ്ടി മരിച്ചത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായാണ്. പിന്നെ ചിലരൊക്കെ ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം, അതുവരെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകണമെന്നുള്ള ചിന്തയോടുകൂടെ ജീവിക്കുന്നവർ കാണാം. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് അങ്ങനെയല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയണ നമ്മൾ നമുക്ക് വേണ്ടി മരിക്കുന്നില്ല. നമ്മൾ മരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ്. അതായത് ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഈ ലോകത്തിലെ ജീവിതമൊക്കെ കഴിഞ്ഞ് മറ്റൊരു ജീവിതത്തിലേക്കുള്ള ജനനമാണ് യഥാർത്ഥത്തിൽ ഒരു മരണം. ഒരു വ്യക്തി ഈ ഭൂമിയിൽ മരിക്കുമ്പോൾ, ഈ ലോകത്ത് ഒരു വ്യക്തി മരിക്കുമ്പോൾ മറ്റൊരു ലോകത്ത് ആ വ്യക്തി ജനിക്കുകയാണ് ചെയ്യുന്നത്. അതായത് യേശുക്രിസ്തുവിൽ ഒന്നായി മാറിക്കൊണ്ട് യേശുക്രിസ്തുവിലേക്ക് ചേരുന്ന ഒരു വലിയ നിമിഷമാണ് ഒരു വ്യക്തിയുടെ മരണം. സഭാമക്കളുടെ എല്ലാവരുടെയും അങ്ങനെ തന്നെയാണ്. ഒരുപക്ഷെ പാപകരമായ മാർഗത്തിലാണ് ആ വ്യക്തി ജീവിക്കുന്നതെങ്കിൽ ആ വ്യക്തിയുടെ ആത്മാവിനെ ദൈവം ശുദ്ധീകരിക്കും. അതാണ് തിരുസഭ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത്. ആ വ്യക്തിയുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നു. ഈ ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് പോകുന്നത് സഭാമക്കൾക്ക് മാത്രമുള്ളതാണ്. കാരണം മാമോദിസ എന്ന കൂദാശയിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധ കുർബാനയിലൂടെ നിത്യജീവൻ്റെ ഭാഗമായി മാറ്റപ്പെട്ട, കാരണം ഈശോയുടെ വാഗ്ദാനമാണ്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവനൊരിക്കലും മരിക്കുകയില്ല. കോടാനുകോടി വർഷം ദൈവത്തോടൊപ്പം ജീവിക്കുവാനായിട്ടുള്ള കൃപയാണ് ഒരു വ്യക്തി വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ലഭിക്കുന്നത്. അങ്ങനെ വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ ഈ ഒരു അനുഗ്രഹം ലഭിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിലായിരിക്കുന്ന കാലഘട്ടത്തിൽ ആ വ്യക്തി ഏതെങ്കിലും തരത്തിലുള്ള തിന്മ ചെയ്ത് പാപത്തിലാണ് മരിക്കുന്നതെങ്കിൽ ആ വ്യക്തിയെ ശുദ്ധീകരിക്കുന്നത് ശുദ്ധീകരണ സ്ഥലത്ത് വെച്ചാണ്. അതാണ് തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്ന ശുദ്ധീകരണ സ്ഥലം. ശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പോൾ അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആത്മാവിനെ ശുദ്ധീകരിച്ച് ദൈവം സ്വീകരിച്ചോളും. അതുകൊണ്ട് തിരുസഭയ്ക്ക് പുറമേയുള്ള വ്യക്തികളെ ഈ കൂടെ കൂട്ടണ്ട. ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് അവർ പോകുമെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നുമില്ല. സഭ നമ്മളെ പഠിപ്പിക്കുന്നത് വളരെ വ്യക്തമായിട്ട്
മാമോദീസ എന്ന കുദാശയിലൂടെയാണ് ഒരു വ്യക്തി ദൈവരാജ്യത്തിലെ സ്വർഗരാജ്യത്തിലെ അംഗമായി മാറ്റപ്പെടുന്നതെന്നും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി മാറ്റപ്പെടുന്നതെന്നും എല്ലാം പഠിപ്പിക്കുന്നത് സഭയാണ് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. മാമോദീസ എന്ന കുദാശയിലൂടെയാണ് ഒരു വ്യക്തി ദൈവത്തിൻ്റെ മകനായി മകളായി മാറ്റപ്പെടുന്നതെന്ന് പോലും സഭ നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. അപ്പോൾ മാമോദീസ സ്വീകരിക്കുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ മകനാണ് മകളാണെന്ന് സഭ ഒരിക്കലും നമ്മളെ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് മാമോദീസ എന്ന കുദാശയുടെ മഹത്വത്തെക്കുറിച്ച് ആ ഭാഗങ്ങളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാകും. സഭ നമ്മളെ പഠിപ്പിക്കുന്ന മാമോദീസ എന്ന കുദാശയിലൂടെയാണ് തിരുസഭ, അതായത് ദൈവത്തിൻ്റെ മകനായി മകളായി മാറ്റപ്പെടുന്നതെന്നാണ്. ആയതിനാൽ പ്രിയ സഹോദരങ്ങൾ, ഇവിടെ പറയുകയാണ്, നാം ആരും തനിക്ക് വേണ്ടി ജീവിക്കുന്നില്ല, തനിക്ക് വേണ്ടി മരിക്കുന്നുമില്ല. എന്നാൽ നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിക്കുന്നത് കർത്താവിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അവൻ മരിക്കുന്നതും കർത്താവിനോട് ചേർന്നാണ്. കർത്താവിനോട് ചേർന്നാണ് അവൻ മരിക്കുന്നത്. മരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നിന്ന് ആ ജീവൻ അങ്ങേ ലോകത്തിലേക്ക് മാറ്റപ്പെടുന്നു. മാമോദീസ എന്ന കുദാശയിലൂടെ പാവമനുഷ്യൻ മരിച്ചു, ഒരു പുതിയ ജീവനായിട്ട് അവൻ ഉദ്ധാനം ചെയ്തവനാണ് മാമോദീസ എന്ന കുദാശയിലൂടെ. അവൻ ഉയർത്തെഴുന്നേറ്റമാണ് മാമോദീസ എന്ന കുദാശയിലൂടെ. എന്നാൽ പ്രിയ സഹോദരങ്ങൾ, ഇവിടെ നാം ഓരോരുത്തരും ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് വേണ്ടി ജീവിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നാം ഓരോരുത്തരും ഒന്ന് ചിന്തിക്കണമേ, എൻ്റെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ എനിക്ക് പറ്റുന്നുണ്ടോ? കർത്താവിന് വേണ്ടി ജീവിക്കാൻ എനിക്ക് പറ്റുന്നില്ലെങ്കിൽ ദൈവത്തിന് മുമ്പിൽ ഒരു തീരുമാനമെടുക്കണം. ഇനിയുള്ള കാലഘട്ടം കുറച്ച് കാലഘട്ടമേ കാണുള്ളൂ. ഈ കാലഘട്ടം ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കുമെന്ന് ദൈവത്തിന് മുമ്പിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. നമുക്കൊരു നിമിഷം ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുന്ന് ഞങ്ങളോട് അരുളി ചെയ്തുവല്ലോ, ആരും തനിക്ക് വേണ്ടി ജീവിക്കുന്നില്ല, തനിക്ക് വേണ്ടി മരിക്കുന്നുമില്ല. ഒരാൾ ജീവിക്കുന്നുവെങ്കിൽ അത് ക്രിസ്തുവിന് വേണ്ടിയിട്ടാണെന്നും മരിക്കുന്നുവെങ്കിലും അത് ക്രിസ്തുവിന് വേണ്ടിയിട്ടാണെന്നും. കർത്താവെ, ഞങ്ങളൊക്കെ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.